ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ എന്ന സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് PM ഉമ്മിനെയും വിളിച്ചുകൊണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു ബീച്ചിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് PM ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. ആ ഒരു സമയം അവൻ്റെ ആൻറ്റി അവിടെ കഫേയിലിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ ആൻറ്റി ആണെങ്കിൽ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു എന്നൊക്കെ പറയാണ്. ആ സമയം അവൻ്റെ ആൻറ്റി, നീ പോയ സമയത്ത് നിൻ്റെ അച്ഛൻ എന്നെ ഫോൺ ചെയ്തിട്ട് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് ഫ്രീ ആകുമ്പോൾ അച്ഛനൊന്ന് പോയി കണ്ടുകൂടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ഫ്രീ ആകുമ്പോൾ പോകണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുമായിരുന്നു, ഉടനെ തന്നെ പോകാമെന്ന് പറയാണ്. ആ സമയം ആൻറ്റി, നീ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട, നിൻ്റെ ഫ്രണ്ട് പുമ്മിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറയാണ്. ആൻറ്റി ഇവിടുന്ന് പുമ്മിൻ്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ഭീമാണെങ്കിൽ പുമ്മിനെയോ, ഞാനെന്തിനാ അവനെ വിളിക്കണേ, അവനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കൂസലില്ല നടന്നു പോവാണ്. ആ സമയം ആൻറ്റി ആണെങ്കിൽ മനസ്സിൽ പറയുന്ന പോലെ ഇങ്ങനെ പറയാണ്. എന്നാൽ ഇവർ മനസ്സിൽ പറയുന്നതിന് പകരം ഈ സംഭവങ്ങൾ ഉറക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയാണ്. അതായത് ഭീമും പുമ്മും ഫ്രണ്ട്സ് അല്ലേ, പിന്നെ പുമ്മിനെ കൊണ്ടുപോയി എന്താ കുഴപ്പം, ഇനിയിപ്പോൾ ഒരു ഫ്രണ്ട്സ് അല്ലേ, അതുക്കും മേലെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് ഭീം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭീം ഉറക്കെ ആൻറ്റി എന്നൊരു വീട് വിളിക്കുകയാണ്. അങ്ങനെ ആൻറ്റി മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം പുമ്മാണെങ്കിൽ ഭീമിനെ കാണാനായിട്ട് കഫേയിലേക്ക് വരുന്നതാണ്. ആ സമയം ആൻറ്റി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിയാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത്, ഭീമിനെ കാണാൻ വന്നതാണോ, അവൻ അവൻ്റെ റൂമിലുണ്ട്, ഇന്നലെ രാത്രി അവൻ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയതാണ്, ഇന്ന് രാവിലെ വരെ അവൻ ഡ്രോയിങ് ആയിരുന്നു, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാകത്തില്ല, റൂമിലേക്ക് ചെന്നോളാൻ പറയാണ്. അങ്ങനെ പുമ്മ് നേരെ റൂമിലേക്ക് ചെല്ലാണ്. നോക്കിയപ്പോൾ ഭീം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഡ്രോയിങ് അവിടെ ഇരിപ്പുണ്ട്. ഭീം അവിടെ സൈഡിൽ ടേബിളിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഡ്രോയിങ് മറ്റൊന്നുമല്ല, അന്ന് ആർട്ട് ഗാലറിയിൽ വെക്കാനായിട്ട് അവൻ കൊണ്ടുപോയപ്പോൾ ആ ഒരു ഡ്രോയിങ് പുമ്മ് നശിപ്പിച്ചല്ലോ, അതേ സെയിം ഡ്രോയിങ് തന്നെയാണ്. അതിലവൻ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് റോസാപ്പൂക്കളും കൂടെ അതിലേക്ക് ചേർത്ത് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പുമ്മ് നേരെ ഭീമിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ഭീം രാത്രി മൊത്തം ഉറക്കം എഴുന്നേച്ചിരുന്ന് ഡ്രോയിങ് ചെയ്തെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഭീമിനെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കാതെ പുമ്മ് ഭീമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പുമ്മ് അവനിങ്ങനെ നോക്കുന്നത് മനസ്സിലായിട്ട് ഭീം പതുക്കെ കണ്ണു തുറന്ന് നോക്കുകയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ, നീ എപ്പോഴാണ് വന്നേ, എന്താ എന്നെ എഴുന്നേൽപ്പിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മ്, നീ രാത്രി മൊത്തം ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ഉറങ്ങാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ ഇപ്പോൾ ഉറങ്ങട്ടെ എന്ന്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാത്തതെന്ന് പറയുന്നത്. എന്നിട്ട് പുമ്മ് ഭീമിൻ്റെ അടുത്ത്, അല്ല നീ ഇപ്പോൾ പുതിയ ഡ്രോയിങ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം, അല്ലല്ല പഴയ ഡ്രോയിങ് തന്നെ, അതിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടെ ഞാൻ ആഡ് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് വരയ്ക്കുക എന്ന് പറയാണ്. ആ സമയം പുമ്മ്, നീ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞോ, നീ ആർട്ട് ഗാലറിയിൽ വയ്ക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം, കഴിയാറായി, കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്ത് വരയ്ക്കാനുണ്ടെന്ന് പറയാണ്. പുമ്മ സമയം ഭീമിൻ്റെ അടുത്ത്, ആർട്ട് ഗാലറിയിൽ കൊണ്ടുവയ്ക്കാൻ പോകുന്ന ടൈമിന് എന്നെയും കൂടെ നീ വിളിക്കണേന്ന് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ, എന്ത് പറ്റി, അന്ന് നീ ബോൾ വെച്ച് എൻ്റെ ഡ്രോയിങ് നശിപ്പിച്ച പോലെ ഇപ്രാവശ്യം വേറെ ആരെങ്കിലും ഒന്ന് നശിപ്പിക്കുമോ, നിനക്ക് പേടിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മ്, ഞാൻ പറയുന്നേക്ക്, മര്യാദയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ, ശരി ശരി കഴിയുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈം പുമ്മ് പ്രോമിസ് ആണെന്ന് വെച്ചപ്പോൾ ഭീം, അതേ പ്രോമിസ് ആണെന്ന് പറയാണ്. ആ സമയം പുമ്മ് ഭീമിൻ്റെ അടുത്ത് ഒന്ന് അടുത്തേക്ക് ക്ലോസ് ആയി വരാൻ പറയാണ്. അവൻ ക്ലോസ് ആയി ചെന്നത് പുമ്മ് പെട്ടെന്ന് സഡനായിട്ട് ഭീമിൻ്റെ കവിളൊരു കിസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവരുടെ അടുത്ത് താഴേക്ക് ഇറങ്ങി വരാണ്. ഈ ടൈമിന് കഫേയിലിരുന്ന് ഭീമിൻ്റെ ആൻറ്റി ഒരു ബുക്ക് തകർത്ത് വായിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും കണ്ടതും ആൻറ്റി ആണെങ്കിൽ, നിങ്ങൾ താഴെ വന്നോ എന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി പുമ്മിനെ നോക്കുകയാണ്. ആൻറ്റി എന്നിട്ട് പുമ്മിൻ്റെ അടുത്ത്, ഈ ആംഗിളിൽ നിന്ന് നിന്നെ നോക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്, നീ സുന്ദരനാടാന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ താങ്ക് യു ആൻറ്റി എന്ന് പറയുന്നുണ്ട്. ഈ സമയം ആൻറ്റി ആണെങ്കിൽ, നിന്നെ ബോയ് ഫ്രണ്ടായിട്ട് കിട്ടുന്ന ആൾ ഭയങ്കര ലക്കി ആയിരിക്കും എന്ന് പറയാണ്. ആ സമയം പുമ്മ് ഭീമിനെ നോക്കിയിട്ട്, ആർക്കും ലക്കി ആവണമെന്ന് താല്പര്യമില്ലെന്നാ തോന്നുന്നതെന്ന് പറയാണ്. ആ സമയം ആൻറ്റി ഭീമിൻ്റെ അടുത്ത്, അവനെ കിട്ടുന്ന ആരായാലും ലക്കി ആയിരിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഭീം അപ്പോൾ എനിക്കങ്ങനെ അറിയാനാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ, ശരി ശരി നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയി എൻ്റെ കോഫി മെഷീൻ ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പുമ്മ് ഭീമിൻ്റെ അടുത്ത്, നിനക്ക് ആ ലക്കിയുള്ള ആളാവാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീം പുമ്മിനെ ചവിട്ടാനായിട്ട് പോവാണ്. അങ്ങനെ പുമ്മ് ആൻറ്റിയുടെ അടുത്ത്, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന ക്യൂവിനെയും ടോയിനെയാണ്. അവർ അവരുടെ ബാൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന റൂമിലേക്ക് വരാണ്. അന്നപ്പോൾ അവിടെ ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരോട് ഒരിടത്ത് ചെന്നിരിക്കുകയാണ്. ഈ സമയം ക്യൂ എഴുന്നേറ്റിട്ട് അവൻ്റെ ഗിറ്റാറൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ടോയ് ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട്, വാനക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അവൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈം അവനെല്ലാം റൊമാൻറ്റിക് ആകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട്
ചെയിനും പന്നും ബിയറും കൂടെ വരാണ്. ഇവർ പെട്ടെന്ന് വന്നപ്പം ഇവർ രണ്ടും ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് അവിടെ വേറെന്തോ സംഭവം നടക്കുമെന്ന് എഴുതിയിട്ട് അവർ മൂന്നുപേരും അയ്യോ സോറി ഞങ്ങളിതാ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ടാണ്. ആ സമയം ക്യൂവാണെങ്കിൽ പോലെ 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 നിൽക്ക് ഇത്രയും നേരം നിങ്ങൾ വരാനായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിന്നത്, ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറയാണ്. അങ്ങനെ ചെയിനും ബിയറും കൂടെ ആയിട്ട് അവരെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനായിട്ട് ചെന്ന് നിൽക്കുകയാണ്. ക്യൂ ആണെങ്കിൽ അവിടെ പാട്ട് പാടാനും മൈക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽപ്പുണ്ട്. ഈ ഒരു സമയം പന്ന് ടോയ്ലറ്റ് എടുത്തിരുന്നിട്ട് ഇവിടെ എന്തോന്നായിരുന്നു പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രാക്ടീസ് ചെയ്തിട്ട് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് നിന്നിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് ക്ഷീണിച്ചോ, എന്തുണ്ടായി, എങ്ങനെയുണ്ട്, എന്തൊക്കെയായി, പഠിച്ചു കഴിഞ്ഞോ എന്നൊക്കെയാണ് ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ടൈമിൽ ഇവർ രണ്ടുപേരും ഒഫീഷ്യലി ഇപ്പോൾ ബോയ് ഫ്രണ്ട്സായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. എന്നാൽ ഇവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇത്രയും സ്വീറ്റായിട്ട് പെരുമാറുന്ന കണ്ടിട്ട് നമ്മുടെ ചെയിനും ബിയറും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഇവൻ്റെ അടുത്ത് വന്നിട്ട് ക്യൂവിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴേ ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ, ഞങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ, എന്താ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം പന്നാണെങ്കിൽ നമുക്ക് ഭീമിൻ്റെ വീട്ടിൽ പോയി ഒരു പാർട്ടി നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ വിഷയം മാറ്റാനായിട്ട് അതെ പാർട്ടി വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. ചെയ്യുന്ന സമയം പറഞ്ഞിട്ട് പോകും നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി പറയുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന ഇവരെല്ലാവരും നേരെ ഭീമിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അവിടെ ഓൾറെഡി പുമ്മുണ്ട്. പുമ്മിങ്ങനെ ഭീമിനെ വളയ്ക്കാൻ കണക്കി നിൽക്കുന്ന ടൈമിലാണ് ഇവർ കയറി വന്നത്. ആ സമയം ഇവരിങ്ങനെ ഒരുമിച്ചേക്ക് കണ്ടിട്ട് എല്ലാവരും കൂടെ പുമ്മിനെ നീ ഓൾറെഡി ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ, നീ ഭീമിനെ ഓൾറെഡി വളച്ചെടുത്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്ര ഇവരെ ഇട്ടാക്കി കഴിഞ്ഞ ശേഷം ഇവർ നേരെ ക്യൂവിൻ്റെയും ടോയിൻ്റെയും നേരെ തിരിയാണ്. ഇവർ ഇത്രയും സ്വീറ്റായിട്ട് പെരുമാറുന്നുണ്ടപ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒഫീഷ്യലി നിങ്ങൾ എവിടെയും ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ, നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ക്യൂ ഉണ്ടായി അതെ ഞങ്ങളിപ്പോൾ ഒഫീഷ്യലി ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറയാണ്. അവരെല്ലാവരും അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിന് പന്നാണെങ്കിൽ എൻ്റെ പ്ലാൻ കാരണമാണ് നമ്മുടെ ക്യൂ ജലസ് അടിച്ചിട്ട് ടോയിൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. എന്തായാലും എൻ്റെ പ്ലാൻ വർക്കൗട്ടായി, ഞാൻ ഒരു അടിപൊളി തന്നെയെന്ന് പറയാണ്. ഈ സമയം ചെയിൻ പന്നിൻ്റെ അടുത്ത് ഈ പ്ലാന് പറഞ്ഞു കൊടുത്ത് വർക്കൗട്ടാക്കിയ നിന്നെ സെറ്റാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ചെയിന് പന്നിനെ സെറ്റാക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പന്നിന് മാത്രം മനസ്സിലാവുന്നില്ല. പന്നത് നീ എന്തേ പറഞ്ഞോ ഒന്നുകൂടെ പറയാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ചെയിൻ ഒന്നുമില്ലേ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് നല്ല സ്റ്റൈലായിട്ട് നടന്നു പോവാണ്. ബാക്കി എല്ലാവർക്കും കാര്യം കത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാർട്ടിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർട്ടിയൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് മാത്യു ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം അങ്ങോട്ടേക്ക് ടാനും ഫാങ്ങും വരാണ്. അങ്ങനെ അവർ വന്നതും ചെയിനൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണ് രണ്ടിനും വരാൻ നേരമായത്. രണ്ടിൻ്റെ ചിണുങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ മാത്രമല്ല ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കപ്പിളായിട്ടുള്ളത്, നമ്മുടെ ക്യൂൺ ടോയ് സെറ്റായെന്ന് പറയാണ്. ആ സമയം ടാനത് കേട്ടിട്ട് സെറ്റായോ, അവരെവിടെ എന്തെങ്കിലും ചോദിക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഡ്രിങ്ക്സും കൊണ്ട് ക്യൂൺ ടോയ് വന്നായിരുന്നു. അങ്ങനെ ടാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എൻ്റെ പൊന്നെ അവസാനം രണ്ട് സെറ്റായല്ലോ, രണ്ടിനെ ഒന്ന് സെറ്റാക്കാനായിട്ട് ഓരോരോ പ്ലാനും കൊണ്ട് മനുഷ്യൻ ഇറങ്ങി ഓരോ പരുവത്തിലായിപ്പോയി, കഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ആ സമയം പന്നും അതെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറയാണ്. ചെയ്യുന്ന സമയം കഷ്ടപ്പെട്ടെന്നോ, ഞാനാ കഷ്ടപ്പെട്ടത്, നിങ്ങളെല്ലാവരും കൂടെ എന്നെയായിട്ട് അഭിനയിപ്പിച്ച് എന്നെ കൊല്ലാകുന്നത് ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം ഒരു പാർട്ടി ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഭീമും ക്യൂ എല്ലാവരും ക്ലാസ്സിലിരിക്കുന്നതാണ്. ഈ സമയം ഫായി ആണെങ്കിൽ അവരെടുത്ത് നമ്മുടെ ആർട്ട് ഗാലറിയിൽ വർക്ക് വയ്ക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ഫ്രൈഡേ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. ഇപ്പം തന്നെ നമ്മുടെ ക്യൂ ആണെങ്കിൽ അവൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്തു. അവൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആർട്ട് ഗാലറിയിൽ വയ്ക്കാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് വയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള റിസൾട്ട് നോക്കുക. നിങ്ങളുടെ ഡ്രോയിങ് അടിപൊളിയാണെങ്കിൽ മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഭീമാണി ക്യൂവിൻ്റെ അടുത്ത് നീ ഓൾറെഡി സബ്മിറ്റ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ എൻ്റെ അത് ഇന്നലെ കൊണ്ടുവച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭീമിൻ്റെ അടുത്ത് നിൻ്റെ കംപ്ലീറ്റ് ആയോ, ഈ വർഷമെങ്കിലും നീ വയ്ക്കുമെന്ന് വെച്ചപ്പോൾ ഭീം കംപ്ലീറ്റ് ആവാറേ ഈ വർഷം എന്തായാലും ഞാൻ വയ്ക്കുമെന്ന് പറയാണ്. അതിനുശേഷം ആണെങ്കിൽ രാത്രി ഭീമാൻ്റെ വർക്കിരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അതിനുശേഷം പ്രോമിസ് ചെയ്തതിൽ തന്നെ പുമ്മിനെ കോൾ ചെയ്തിട്ട് എൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി എന്ന് പറയാണ്. പുമ്മ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് കാണാമെന്ന് പറയാണ്. ഭീം അപ്പോൾ അത് വേണ്ട, നമ്മൾ നാളെ എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പോലെ, നാളെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭീം വേണ്ട നാളെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് കോൾ കിട്ടിയാണ്. ആ സമയം അതിൻ്റെ കൂടെ തന്നെ പുമ്മ ഭീമിൻ്റെ അടുത്ത് നാളെ അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ടൈമിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അത് ഭീം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഭീം അവൻ്റെ ഡ്രോയിങ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് വീട്ടിൻ്റെ വെളിയിൽ പുമ്മിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം ഭീമിൻ്റെ ആൻറ്റി അവന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ച ശേഷം നീ പുമ്മിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ, പെട്ടെന്ന് ഫുഡ് കഴിക്ക്, ഞാൻ എന്തായാലും വർക്കിന് പോകാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഈ സമയം കുറേ ലേറ്റായിട്ട് പുമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഭീം അങ്ങനെ പുമ്മിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ നോ റിപ്ലൈ. ഈ ഒരു ടൈമിന് ക്യൂവിനെ കാണിക്കുമ്പോൾ ക്യൂവും
ഫൈവ് എല്ലാം ഓരോ സ്റ്റുഡൻസിൻ്റെ ഡ്രോയിങ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് നോക്കുകയാണ്. ആ സമയം ഫൈവ് ആണെങ്കിൽ ദൈവമേ 1 മണി ആവാറായി, ഡെഡ് ലൈനിൻ്റെ ടൈം കഴിയാറായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പീം ഇതുവരെയായിട്ട് കൊണ്ടുവന്നില്ലല്ലോ, അവനെ വിളിച്ച് ചോദിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ക്യൂ വിളിച്ചിട്ട് നീ എവിടെയാ, വരുന്നില്ലേ, സമയം കഴിയാറായി എന്ന് പറയുന്നുണ്ട്. ആ സമയം പീം ഞാൻ വീട്ടിലാണ്, ഉടനെ എത്തുമെന്ന് പറയാണ്. ആ സമയം ക്യൂ ഇപ്പോഴും വീട്ടിലാണ്, ഒന്ന് ഇറങ്ങ്, നിനക്ക് ഈ വർഷമെങ്കിലും വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പീം ഇങ്ങനെ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് കോൾ കിട്ടിയാണ്. എന്നിട്ട് ക്യൂ ആണെങ്കിൽ ഫൈൻ്റെ അടുത്ത് അവൻ വന്നുകൊണ്ടിരിക്കുക, ഉടനെ എത്തുമെന്ന് പറയാണ്. വീണ്ടും പീമിനെ കാണിക്കുമ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അവനങ്ങനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. അങ്ങനെ അവൻ ഫാങ്ങിന് മെസ്സേജ് ചെയ്താണ്, അതായത് പൂമിനെ വിളിച്ചിട്ട് തനിക്ക് കിട്ടുന്നില്ല, എന്താ കാര്യം, ഒന്ന് തിരിച്ച് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ മെസ്സേജൊക്കെ ഇട്ടിട്ട് അവൻ സ്വയം ആ ഒരു പെയിൻറ്റിങ് കൊണ്ട് അങ്ങോട്ടേക്ക് എത്താണ്. അങ്ങനെ കറക്റ്റ് ടൈമിന് അവന് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവനാണെങ്കിൽ സങ്കടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കാതെ അവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ പുറത്തായിട്ടൊരു ബെഞ്ച് ഇരിക്കുകയാണ്. ഈ സമയം അവനെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ക്ലൂവൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയം ക്ലൂവനാണെങ്കിൽ അവന് പീമിനോടുള്ള ഫീലിങ്സ് വീണ്ടും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവൻ പക്ഷേ നിനക്കെന്നെ ഇഷ്ടമല്ല, നിനക്ക് പുമ്മിനോട് ഇഷ്ടമെന്ന് എനിക്ക് ഓൾറെഡി അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ പുമ്മിനെ കുറച്ച് ഓർത്തിട്ടാണ് വിഷമിച്ചിരിക്കുന്നത്. പുമ്മ തന്നെ പിക്ക് ചെയ്യാമെന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യമെല്ലാം പീം ക്ലൂവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ക്ലൂവനാണെങ്കിൽ അവന് വേണ്ടി സംസാരിക്കുന്നതല്ല, എന്നാലും ഞാൻ പറയാണ് അവൻ അവൻ്റേതായ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പീമിനെ ചിയർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ട് ഈ പുമ്മ വരാണ്. അങ്ങനെ ക്ലൂവനാണെങ്കിൽ ശരി എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ പുമ്മാണെങ്കിൽ പീമിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പുമ്മ പീമിൻ്റെ അടുത്താണെങ്കിൽ സോറി നിന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയാണ്. ആ സമയം പീം നിന്നെ ഞാൻ കോൾ ചെയ്തു, എടുത്തില്ല, മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നില്ല, നിനക്ക് എന്താ പറ്റിയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചു നീ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമെന്ന്, എല്ലാം എന്നോട് പറയുമെന്ന് തന്നെയല്ലേ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, പിന്നെ നീ ഓക്കെ ആണോ അല്ലേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്തായാലും ശരി നീ അതൊക്കെ വിട്ടേക്ക്, നീ ഇപ്പോൾ അത് ഓക്കെ ആണല്ലോ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പീം ദേഷ്യത്തിൽ അവിടെ നടന്നു പോവാണ്. പുമ്മിന് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാൻ നിൽക്കുകയാണ്. അങ്ങനെ പുമ്മ വിഷമിച്ച് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിരിക്കുകയാണ്. ഈ സമയം അവൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ബിയർ അങ്ങോട്ടേക്ക് വന്നിട്ട് ക്ലാസ്സിലേക്ക് വരുന്നില്ലേ ചോദിക്കുകയാണ്. പുമ്മ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാണ്. ആ സമയം എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ബിയർ ഇരുന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ പുമ്മ നടന്ന കാര്യം പറയാണ്. അതായത് അവൻ പീമിനെ പിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം പുമ്മിന് ഓൾറെഡി അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യം ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടെന്നായിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ എത്ര കാലം നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും, എത്ര കാലം നിനക്ക് എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം ഉണ്ടാവും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എൻ്റെ ഇത്രയും ദേഷ്യപ്പെടുന്നത്, എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മാണെങ്കിൽ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ടോ, എനിക്കത് വേണോ വേണ്ടേ, നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴും ബിസിനസ് എന്ന് മാത്രം പറഞ്ഞ് നടന്നു, എന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് അബ്രോഡ് അയച്ചു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല, നിങ്ങൾക്കൊക്കെ എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവരുടെ ഒരു ഫാങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം കാരണമായിരുന്നു, ഈ കാര്യമൊക്കെ കൊണ്ടായിരുന്നു പീമിന് പീമിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞപ്പോൾ ബിയറാണെങ്കിൽ നീ എന്താ പിന്നെ ഇത് പീമിനോട് പറയാതെ, അവൻ മനസ്സിലാക്കുമല്ലോ എന്ന് പറയാണ്. ആ സമയം പുമ്മ് അവൻ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം, ഞാൻ എല്ലാം ചെന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും എനിക്കൊന്നും സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ഹാൻഡിൽ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റാത്ത ഒരാളാണ് ഞാനെന്ന്, അതുകൊണ്ടാണ് ഞാനത് അവനോട് പറയാത്തത്, ഇപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബിയർ ഇത്രയും പ്രശ്നം ഉണ്ടാവണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ചെയ്ത് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറയാണ്. ഈ സമയം അങ്ങോട്ട് മിക്ക് വന്നായിരുന്നു. മിക്ക് ഇങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്ന ടൈമിൽ ഇത് രണ്ടും കൂടി ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് കാണാതിരിക്കുക, വാ ക്ലാസ് തുടങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് അവരോടൊരു വിളിച്ചുകൊണ്ടങ്ങ് പോവാണ്. ഈ സമയം ക്യൂവിനെയും പീമിനെയും കാണിക്കുമ്പോൾ അവരോട് ആർട്ട് ഗാലറിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ക്യൂവിൻ്റെ അടുത്തും പീം കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അങ്ങനെ ക്യൂ ആണെങ്കിൽ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, പിന്നെ എനിക്കതിനെക്കുറിച്ച് കുറച്ച് വിഷമമുണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം പീം വേണ്ട അതൊക്കെ വിട്ടേക്ക്, ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറയാണ്. ഒട്ടും തന്നെ ഓക്കെ അല്ലാന്ന്. അതിനുശേഷം കാണിക്കുന്ന രാത്രി പീമാണെങ്കിൽ അവൻ്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ആ സമയം അവൻ്റെ ഡോറിൽ ആരോ തട്ടുന്ന കണ്ടിട്ട് അവൻ്റെ ആൻറ്റി ആയിരിക്കും കരുതി ഇവൻ ചെന്ന് ഓപ്പൺ ചെയ്യാണ്. നോക്കിയപ്പോൾ അത് ക്യൂവും ടാനും ചെയിനും പന്നുമായിരുന്നു. അവരങ്ങനെ നമ്മുടെ പീം വിഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവനൊന്ന് ചിയർ ചെയ്യാനായിട്ട് വന്നായിരുന്നു. അങ്ങനെ ടാനാണെങ്കിൽ നീ വിഷമിച്ചിരിക്കുകയാണെന്ന് ക്യൂ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സിനിമ ആണെന്ന് പറഞ്ഞിട്ട് പീമിൻ്റെ റൂമിൽ ഇരുന്ന് ഇവരെല്ലാവരും ഹൊറർ സിനിമ കാണാണ്. എൻ്റെ പൊന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, ഹൊറർ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് കീറി വിളിയും പേടിക്കലും ഞെട്ടലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ്, സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വാൻഡിക്കുട്ടി സീരീസ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം ട്രൈ ചെയ്തു, എനിക്ക് കോപ്പിറൈറ്റ് ചാറ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് 6ാമത്തെ എപ്പിസോഡ് കോപ്പിറൈറ്റ് കിട്ടി, 7 കിട്ടി, 8 കിട്ടി, 9 കിട്ടി, 10ാമത്തെ എപ്പിസോഡൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഈ 4 എപ്പിസോഡ് എനിക്ക് നല്ലപോലെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും വീണ്ടും ട്രൈ ചെയ്യുകയാണ്, ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ ഇടുന്നൊരു ബൈ.